സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ അനുപല്ലവി. പല്ലവിയും പൂജയും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. രണ്ടുപേരും തമ്മിൽ കാണുകയായിരുന്നില്ല, അന്യോന്യം അളക്കുകയായിരുന്നു. പൂജ അല്ലേ? പല്ലവി ചോദിച്ചു. അതെ, സംസാരിക്കാനുണ്ട്, അതിനാ ഞാൻ വന്നത്. ഇരിക്കൂ. പല്ലവിയുടെ സ്വരത്തിൽ ആജ്ഞയുടെ ഒരു ധ്വനിയുണ്ടെന്ന് പൂജയ്ക്ക് തോന്നി. ഒട്ടും വിട്ടുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല. എന്ത് സംസാരിക്കാൻ? ഉദാസീന ഭാവത്തോടെ അവൾ ചോദിച്ചു. ഇരിക്കൂ, പറയാം. പൂജ എതിർവശത്തുണ്ടായിരുന്ന കസേരയിലിരുന്നു. ശാരദ അപ്പോൾ ആ മുറിയിൽ ഉണ്ടായിരുന്നു. രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് അവർ സ്ഥലം വിട്ടു. മരിച്ചുപോയ പ്രസീതയുടെ കൂട്ടുകാരിയാണോ നിങ്ങൾ? പല്ലവി ചോദിച്ചു. അതെ. അവൾ മരിച്ച വിവരം ബന്ധുക്കളാരും അറിഞ്ഞില്ലേ? അവൾക്കങ്ങനെ കാര്യമായി ബന്ധുക്കളൊന്നുമില്ല. പിന്നെ അവളുടെ പഠന ചിലവൊക്കെ എങ്ങനെയാണ് നടന്നിരുന്നത്? അവൾക്കൊരു പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത്ര താല്പര്യമില്ലാത്ത മട്ടിലാണ് പൂജ മറുപടികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രസീതയെ കാണാതായതിന് അനുരാഗ് എന്തിന് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരണം? 10 ലക്ഷം രൂപ വേണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പൂജ അത് നിഷേധിച്ചു. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഞാൻ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല. പൂജ പിന്നെയും പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് തുറന്ന് പല്ലവി അതിൽ നിന്ന് ഒരു മൊബൈൽ സെറ്റ് എടുത്ത് ഉയർത്തിക്കാട്ടി. ഇത് അനുരാഗിൻ്റെതാണ്. നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം മുഴുവനും ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കണോ? അറിയാതെ പൂജയുടെ മുഖം ഒന്ന് വിളറി. പണം ട്രാൻസ്ഫർ ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് നമ്പർ നിങ്ങൾ അനുരാഗിന്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? അതെ. അതിനിപ്പോ എന്താ കുഴപ്പം? പെട്ടെന്ന് കൂസലില്ലാതെ പൂജ ചോദിച്ചു. നിങ്ങൾക്കെന്തിന് അനുരാഗ് 10 ലക്ഷം രൂപ തരണം? അതിന്റെ കാരണം അനുരാഗിനറിയാം. എനിക്ക് അതറിഞ്ഞേ പറ്റൂ. നിങ്ങളുടെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ മതിയല്ലോ. അനുരാഗിന് കാരണം അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ വന്നത്. പൂജ അവളെ ഒന്ന് നോക്കി. പ്രസീത കാണാതായതിന്റെ തലേ രാത്രി മുഴുവൻ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെയായിരുന്നു. പിറ്റേന്ന് രാവിലെ അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ അയാൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് 10 ലക്ഷം തന്നാൽ ആ ബാധ്യത ഇല്ലാതാകുമോ? ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയില്ല. നാളെ ഒരിക്കൽ അവളുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അവളെ അന്വേഷിച്ചു വന്നാലോ? പല്ലവി ചോദിച്ചു. വരില്ല. അതെങ്ങനെ ഉറപ്പിക്കാം? അവൾക്ക് ബന്ധുക്കളില്ല. ശരി, അവളുടെ അകന്ന ബന്ധുക്കൾ ആരെങ്കിലും കാണാതിരിക്കില്ല. അവരുടെ പേരോ വീട്ടുപേരോ സ്ഥലമോ പറയൂ, പല്ലവി ആവശ്യപ്പെട്ടു. എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ അവളുടെ കൂട്ടുകാരിയല്ല, തട്ടിപ്പിനിറങ്ങിയ ഒരുത്തിയാണ്. പൂജ കയ്യിലുണ്ടായിരുന്ന മൊബൈലിലെ വാട്സപ്പ് തുറന്ന് കുറെ ഫോട്ടോകൾ പല്ലവിയെ കാണിച്ചു. അനുരാഗിന്റെയും പ്രസീതയുടെയും ചിത്രങ്ങളായിരുന്നു അത്. അന്ന് രാത്രി അവൾ എടുത്ത സെൽഫികൾ എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ അവളുടെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. ഒന്നും മിണ്ടാനാവാതെ പല്ലവി ഒരു നിമിഷം ഇരുന്നു. ഒരുപക്ഷെ പ്രസീത നാളെ തിരിച്ചു വന്നാലോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. തിരിച്ചു വരില്ല, അവൾ മരിച്ചു. നിങ്ങളുടെ ഭർത്താവ് അവളെ കൊന്നു. പല്ലവി ഒരു നിമിഷം തരിച്ചിരുന്നു പോയി. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ വിളിക്കാതിരിക്കില്ല. അവൾക്ക് എന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. എന്തിന് അനുരാഗ് അവളെ കൊല്ലണം? അത് അയാൾക്കേ അറിയൂ. ചിലപ്പോൾ മനഃപൂർവ്വം, അല്ലെങ്കിൽ കയ്യബദ്ധം. എന്ത് തന്നെയായാലും അവൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പല്ലവി ഒന്നും പറയാനില്ലാതെ ഇരുന്നു. കോടികളുടെ സ്വത്തുള്ളവരാണ് നിങ്ങൾ. വെറും 10 ലക്ഷം രൂപയാണ് ഞാൻ ചോദിച്ചത്. നിഷ്പ്രയാസം നിങ്ങൾക്കത് തരാൻ കഴിയും. പണം കിട്ടിയാൽ പിന്നെ ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല, പൂജ പറഞ്ഞു. അവൾ പല്ലവിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. 1 കോടി ചോദിച്ചാലും നിങ്ങൾക്കത് തരേണ്ടി വരുമായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും പണം ആവശ്യമില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം പോലും ആയില്ല. മധുവിധി തീരും മുമ്പേ നവവരൻ ജയിലിലാകുന്നത് നാട്ടുകാർക്കൊരു ചൂടുള്ള വാർത്തയായിരിക്കും. പല്ലവിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. ഇനി കൂടുതലായി എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾക്ക് പോകാം. പൂജ എഴുന്നേറ്റു. കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. മുറിയിൽ ചെന്ന് ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കിയപ്പോൾ പല്ലവി ഗേറ്റ് തുറന്ന് വെളിയിലേക്കിറങ്ങി അപ്രത്യക്ഷയാകുന്നത് അവൾ കണ്ടു. അവൾ ഉടൻ മൊബൈൽ എടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു. ഗോപിനാഥിന്റെ നമ്പറായിരുന്നു അത്. എന്താ പൂജ? അയാൾ പെട്ടെന്ന് കോൾ എടുത്തു. അനുരാഗിന്റെ ഭാര്യ ഇപ്പോഴെന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? അയാൾ ജാഗ്രതയോടെ തിരക്കി. രണ്ടുപേരും തമ്മിൽ നടന്ന സംഭാഷണം അവൾ ചുരുക്കി പറഞ്ഞുകൊടുത്തു. നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവൾ എങ്ങനെ കണ്ടുപിടിച്ചു? അറിയില്ല സർ, എന്നെ ഫോളോ ചെയ്ത് കാണും. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഞാൻ ടൗണിലും ബീച്ചിലുമൊക്കെ പോയിരുന്നു. അത് സാരമില്ല, അവൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം തുറുപ്പുചീട്ട് നിന്റെ കയ്യിലാണ്. 10 ലക്ഷം രൂപ കുറഞ്ഞു പോയില്ലേ സർ?
അവൾ ചോദിച്ചു. അതൊരു തുടക്കം മാത്രം. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ അടുത്ത 10 ചോദിക്കും. തരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ശരി സാർ. എന്തെങ്കിലും പുതിയ സംഭവവികാസമുണ്ടായാൽ എന്നെ അറിയിക്കണം. അറിയിക്കാം സാർ. പെട്ടെന്ന് കോൾ കട്ടായി. പൂജ ആലോചനയോടെ ബെഡിലേക്കിരുന്നു. പല്ലവിയുടെ മടിയിൽ തലവെച്ച് അനുരാഗ് കിടന്നു. അവൾ അവന്റെ മുടിക്കുള്ളിലൂടെ വിരലോടിച്ചു. പല്ലവി, അവൻ വിളിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ഞാൻ കള്ളം പറയുകയില്ല അനു. എന്നെ ഉപേക്ഷിച്ച് പോകണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അവൻ ചോദിച്ചു. ഇല്ല. നിന്റെ വീട്ടുകാരെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് മാത്രമല്ലേ എല്ലാം സഹിച്ച് നീ ഇവിടെ കഴിയുന്നത്? അല്ല അനു. കല്യാണം കഴിഞ്ഞ് മാസം 1 തികയും മുമ്പേ ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞു എന്നറിഞ്ഞാൽ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പരിഹസിക്കും. അത് പേടിച്ചല്ലേ നീ? അല്ല അനു. എന്തിനാണ് ഇങ്ങനെയൊക്കെ സംശയിക്കുന്നത്? അവൾ ചോദിച്ചു. വിവാഹത്തിനു മുമ്പ് പല പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്ന ഒരാൾ, ഒരു പെണ്ണിന്റെ മരണത്തിന് ഉത്തരവാദി, ഇപ്പോൾ പണത്തിനു വേണ്ടി ഭീഷണിക്ക് വിധേയനായവൻ. അങ്ങനെയുള്ള ഒരു പുരുഷനെ ഒരു പെണ്ണും ഇഷ്ടപ്പെടുകയില്ല, സ്നേഹിക്കുകയുമില്ല. പിന്നെ നീ എന്തിനാണ്? അനുരാഗിന്റെ സ്വരം അറിയാതെ ഇടറി. അഗ്നിസാക്ഷിയായി എന്റെ കഴുത്തിൽ പവിത്രമായ താലി ചാർത്തിയവനാണ് അനു എന്റെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും സന്തോഷത്തിലും ദുഃഖത്തിലും താങ്ങായും തണലായും നിൽക്കേണ്ടവളാണ് ഭാര്യ. അതെന്റെ കടമയാണ്, അവൾ പറഞ്ഞു. കടമയായതുകൊണ്ട് മാത്രമാണോ നീ എന്നെ? ഒരിക്കലുമല്ല. സംസാരിച്ചപ്പോൾ എന്റെ വാക്കുകൾ അങ്ങനെയായി പോയെന്നേ ഉള്ളൂ. അനുവിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. പോരാടാൻ ഒപ്പം ഉണ്ടാവും ഞാൻ, അവൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു. എന്റെ പൊന്നെ. അനുരാഗിന് കരച്ചിൽ വന്നു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. അമ്മ ഇപ്പോൾ എന്നോട് മിണ്ടുന്നേയില്ല. നേരെ വന്നാൽ പോലും മുഖം തിരിക്കുന്നു. എനിക്കിത് സഹിക്കാൻ പോലും വയ്യ. അനുവിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, അമ്മയുടെ സങ്കടം അനു കാണണ്ട എന്ന് വിചാരിച്ചിട്ടാ, അവൾ ആശ്വസിപ്പിച്ചു. എന്റെ മനസ്സിന് ശാന്തി കിട്ടാൻ ഇനി ഒരേ ഒരു വഴി മാത്രമേ മുന്നിലുള്ളൂ, അവൻ പറഞ്ഞു. എന്തു വഴി? പോലീസിന് കീഴടങ്ങുക. അവർ എന്നെ കൊണ്ടുപോയി ജയിലിൽ ഇടട്ടെ. ചെയ്യാത്ത കുറ്റത്തിന് അനു ജയിലിൽ കിടക്കേണ്ട. പ്രസീത മരിച്ചു. അതൊരു സ്വാഭാവിക മരണം ആയിരുന്നില്ലെന്ന് ആരറിഞ്ഞു? അവൻ അവളെ മിഴിച്ചു നോക്കി. അനുവല്ല അവളുടെ മരണത്തിന് കാരണക്കാരൻ എന്ന് നല്ല വിശ്വാസമില്ലേ? ഉണ്ട്. എങ്കിൽ ഒരു കുറ്റബോധവും വേണ്ട. അഥവാ ഈ സംഭവം പുറത്തറിഞ്ഞാൽ 1-ാം പ്രതി ഗോപിനാഥ് ആയിരിക്കും. ബോഡി കൊണ്ടുപോയി കളഞ്ഞതിന്. എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അങ്കിൾ അങ്ങനെ ചെയ്തത്. പക്ഷേ രക്ഷപ്പെട്ടില്ലല്ലോ. ഇപ്പോൾ അതൊരു ഭീഷണിയായി തലയ്ക്ക് മീതെ നിൽക്കുകയല്ലേ? ശരിയാ, നിസ്സഹായതയോടെ അവൾ പറഞ്ഞു. അനു, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പ്രസീതയുടെ ഡീറ്റെയിൽസ് ശേഖരിക്കണം. അവളുടെ വീട് എവിടെയാണ്? അവൾക്ക് ആരൊക്കെയുണ്ട്? അവർക്ക് പൂജയെ അറിയാമോ? എങ്കിലേ ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ സാധിക്കൂ. അവൾ ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പരിചയപ്പെടുന്നത്. അന്ന് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു താമസം. വീടെവിടെയാണെന്നോ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നോ അവൾ അന്ന് പറഞ്ഞിട്ടില്ല. ഹോസ്റ്റലിലോ കോളേജിലോ പോയി അന്വേഷിച്ചാൽ അവളുടെ അഡ്രസ് കിട്ടിയേക്കും. പക്ഷേ നമ്മൾ ചെന്ന് ചോദിച്ചാൽ സംശയമുണ്ടാകും. തരണമെന്നില്ല, അവൾ പറഞ്ഞു. പിന്നെ വേറെന്താണ് വഴി? അവൻ ചോദിച്ചു. ഒരു വഴിയുണ്ട്. രാഹുലേട്ടനെ നമുക്ക് ചെന്ന് കാണാം. രാഹുലേട്ടന്റെ കണക്ഷൻസ് ഉപയോഗിച്ച് അവളുടെ വീടെവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ചെന്ന് അന്വേഷിക്കാം. അത് നല്ല ഐഡിയയാണ്. പക്ഷേ നടന്ന സംഭവങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരില്ലേ? അവൻ ആശങ്കയോടെ ചോദിച്ചു. ആരെങ്കിലും ഒരാൾ എല്ലാം അറിഞ്ഞിരിക്കട്ടെ. രാഹുലേട്ടനിൽ നിന്ന് ഒരു ദ്രോഹവും ഉണ്ടാവുകയില്ല, അവൾ പറഞ്ഞു. എങ്കിൽ നമുക്കൊന്ന് ചെന്ന് കാണാം, അവൻ സമ്മതിച്ചു. കളക്ടറുടെ കോൺഫറൻസ് തീർന്നപ്പോൾ ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞു. കടൽ ഭിത്തി സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ജനപ്രതിനിധികളുമായുള്ള ചർച്ചയായിരുന്നു അത്. കോൺഫറൻസ് കഴിഞ്ഞ് രാഹുൽ സ്വന്തം സീറ്റിൽ വന്ന് മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് 2 മിസ്ഡ് കോളുകൾ വന്ന് കിടക്കുന്നത് കണ്ടത്. പാലക്കാട് ASP ശ്രീനാഥിൻ്റെതായിരുന്നു ആദ്യത്തേത്. രാഹുലിന്റെ അതേ ബാച്ച് IPS ട്രെയിനി, മസൂറി ട്രെയിനിങ് സെന്ററിൽ വെച്ച് സുഹൃത്തുക്കളായവർ. രണ്ടാമത്തേത് അമ്മയുടേതായിരുന്നു. ആദ്യം ഗിരിജാകുമാരിയെയാണ് അയാൾ വിളിച്ചത്. എന്താണമ്മേ, തിരക്കിലാണോ നീ? അല്ല, അമ്മ പറയൂ. ഒന്നുമില്ല മോനെ. പുതിയ വീടും താമസവും ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലമ്മേ. ആഹാരം സകല സമയത്തും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരുന്നു. അതേ ഉള്ളൂ പ്രശ്നം. പക്ഷേ ഇതുവരെ അസുഖമൊന്നും പിടിപെട്ടിട്ടില്ല. അതെന്റെ പ്രാർത്ഥന കൊണ്ടാ. എപ്പോഴും അതേക്കുറിച്ച് മാത്രമാ എന്റെ ചിന്ത. ഒരു കുക്കിനെ കിട്ടാൻ വഴിയൊന്നുമില്ലേ? ഞാൻ മാത്രമല്ലേ ഉള്ളൂ.
ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു കുക്കിനെ വെക്കുക എന്നത് അത്ര പ്രായോഗികമല്ല അമ്മേ. 3-4 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഓക്കെ, അയാൾ പറഞ്ഞു. ഞാൻ കുറേ ദിവസം നിന്റെ കൂടെ നിൽക്കാം, രാജേശ്വരി പറഞ്ഞു. അപ്പോൾ അച്ഛന്റെ കാര്യമോ? കുറച്ച് ദിവസം വെളിയിൽ നിന്ന് കഴിക്കട്ടെ. അത് വേണ്ട, ഇവിടെ വന്നാൽ പിറ്റേന്ന് അമ്മയ്ക്ക് തിരിച്ചു പോകേണ്ടി വരും. എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്താണ്? നീ ഒരു കല്യാണം കഴിക്ക്, നിനക്ക് ഇഷ്ടം തോന്നുന്ന ഒരു പെൺകുട്ടിയെ. ഇനി ഇവിടുന്ന് ഒരെതിർപ്പും ഉണ്ടാവത്തില്ല, ഗിരിജാകുമാരി പറഞ്ഞു. അത് ആലോചിക്കാവുന്ന കാര്യമാണ്, അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി രാഹുൽ പറഞ്ഞു. എന്നാൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഗിരിജാകുമാരിക്ക് താല്പര്യമായി. എനിക്ക് ഇഷ്ടം തോന്നുന്ന പെൺകുട്ടിയെ ഞാനല്ലേ കണ്ടുപിടിക്കേണ്ടത്, അയാൾ ചോദിച്ചു. അത് ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയതാ മോനെ, എത്രയും വേഗം കണ്ടുപിടിക്കണം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്പനേരം കൂടി അമ്മയോട് സംസാരിച്ചിട്ടാണ് രാഹുൽ കോൾ കട്ട് ചെയ്തത്. അയാൾ പിന്നെ ശ്രീനാഥിനെ വിളിച്ചു. രാഹുൽ, ഒരു ഹാപ്പി ന്യൂസ്, ഞാൻ അവിടേക്ക് വരുന്നു. ആലപ്പുഴ? യെസ്, ഇന്നലെ പോസ്റ്റിംഗ് ഓർഡർ കിട്ടി. ഇനി ഇടയ്ക്ക് വീട്ടിലൊന്ന് പോകാമല്ലോ, ആഴ്ചയിൽ 1-2 ദിവസം. ശ്രീനാഥിന്റെ വീട് ചേർത്തലയിലാണ്. ഗുഡ്. അപ്പോൾ നിഷാന്ത്? ആലപ്പുഴ ASP ആണ് നിഷാന്ത് ചതുർവേദി, അയാളും അവരുടെ ബാച്ച്. നിഷിയെ കോട്ടയത്തിനാണ് വിടുന്നത്. താൻ വാ, ഞാനിവിടെ ഒറ്റയ്ക്ക് ബോറടിക്കുകയാണ്. താമസ സൗകര്യം വേണ്ടേ? വേണം. എന്നാൽ എൻ്റെ കൂടെ കൂടിക്കോ. ഞാനൊരു 2 ബെഡ്റൂം ഹൗസാണ് എടുത്തിരിക്കുന്നത്, 2 പേർക്ക് സുഖമായി താമസിക്കാം, രാഹുൽ പറഞ്ഞു. ഗുഡ്, അപ്പോൾ ആ പ്രോബ്ലം സോൾവ്ഡ്. രാഹുലിന് സന്തോഷം തോന്നി. ഇനി ഓഫീസിൽ നിന്ന് വീട്ടിൽ ചെന്ന് കയറിയാൽ കൂട്ടിന് ആളുണ്ട്. വിരസമായ ഏകാന്തതയ്ക്ക് ഗുഡ് ബൈ. അല്പനേരം കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ വിളി വന്നു. അയാൾക്ക് അത്ഭുതം തോന്നി. എന്തിനാണ് അവൾ? എന്തെങ്കിലും കാര്യമില്ലാതെ പല്ലവി വിളിക്കില്ല. ഹലോ, അയാൾ പെട്ടെന്ന് കോൾ എടുത്തു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, തിരക്കിലാണെങ്കിൽ പിന്നെ വിളിക്കാം, അവൾ പറഞ്ഞു. ഞാനിപ്പോൾ ഫ്രീ അല്ലല്ലോ പല്ലവി. അത് സാരമില്ല, രാഹുലേട്ടനെ ഒന്ന് നേരിട്ട് കാണണമെന്ന ആഗ്രഹമുണ്ട്. അനുരാഗുമൊത്ത് വരാനാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ വീട്ടിലേക്ക് വരൂ, അവിടെ ആകുമ്പോൾ ഫ്രീ ആയി സംസാരിക്കാം, അയാൾ പറഞ്ഞു. അതാണ് നല്ലത്, വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിക്കാം, അപ്പോൾ അനുരാഗിന് വഴി പറഞ്ഞു കൊടുക്കാം. അത് മതി രാഹുലേട്ടാ, അയാൾ കോൾ കട്ട് ചെയ്തു. എന്തോ തക്കതായ കാരണമുണ്ട്, അല്ലെങ്കിൽ അവർ കാണാൻ വരില്ല. രാഹുൽ അന്ന് ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ 6 മണി കഴിഞ്ഞു. അയാൾ നേരെ വീട്ടിലേക്കാണ് പോയത്. കുളി കഴിഞ്ഞ് വേഷം മാറിയിട്ട് പല്ലവിയെ വിളിച്ചു. അനുരാഗിന് ഫോൺ കൊടുക്കൂ, അയാൾ പറഞ്ഞു. അവൾ അനുരാഗിന് ഫോൺ കൊടുത്തു. വീട്ടിലേക്കുള്ള വഴി അയാൾ അവന് പറഞ്ഞു കൊടുത്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അനുരാഗും പല്ലവിയും വന്നു. അപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. കാറിൽ നിന്ന് 2 പേരും ഇറങ്ങിയപ്പോൾ രാഹുൽ ചെന്ന് അവരെ സ്വീകരിച്ചു. വരൂ. സ്വീകരണ മുറിയിൽ അവർ ഇരുന്നു. നല്ല വീടാണ്, അനുരാഗ് ചുറ്റിനും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. ഫുള്ളി ഫർണിഷ്ഡ് ആണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറി താമസം നടന്നു. പക്ഷേ ഒറ്റയ്ക്ക്, പല്ലവി പറഞ്ഞു. നാളെ മുതൽ ഒരു ഫ്രണ്ട് കാണും, അവൻ ASP ആണ്, പാലക്കാട് നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ. എന്തായാലും 2 പേർക്കും ചായ തരാൻ ഇപ്പോൾ ഒരു നിർവാഹവുമില്ല, തമാശ മട്ടിൽ രാഹുൽ പറഞ്ഞു. പല്ലവി ഒന്ന് ചിരിച്ചു. അത് ഒരു വിളറിയ ചിരിയായിരുന്നു. അവൾ സന്തോഷവതിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഞങ്ങൾ വന്നത് വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനാണ് രാഹുലേട്ടാ. അത് കേട്ടാൽ മാത്രം പോരാ, ഒരു സഹായവും ചെയ്തു തരണം. അല്പനേരം പൊതുകാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അവൾ പറഞ്ഞു. എന്താണ്? അനുരാഗും പല്ലവിയും പരസ്പരം ഒന്ന് നോക്കി. പല്ലവി പറയൂ, അവൻ അനുവാദം കൊടുത്തു. വിവാഹത്തിന് മുമ്പ് അനുരാഗിന് ചില സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അനുവിനെ ചില അപകടങ്ങളിൽ കൊണ്ടുചെന്ന് ചാടിച്ചു. പ്രസീതയെക്കുറിച്ച് തുടക്കം മുതൽ പൂജയുടെ രംഗപ്രവേശം വരെ അവൾ രാഹുലിനോട് വിശദമായി പറഞ്ഞു. എല്ലാം ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. എന്നാണ് ആ കുട്ടി വന്നത്? കഴിഞ്ഞതിന് മുമ്പത്തെ മാസം 25-ാം തീയതി, അനുരാഗ് പറഞ്ഞു. അന്ന് പല്ലവിയുടെയും തന്റെയും മോതിരം മാറൽ നടന്ന ദിവസമായിരുന്നല്ലോ എന്ന് പെട്ടെന്ന് രാഹുലിന് ഓർമ്മ വന്നു. ഇന്ന് ധൻബാദ് എക്സ്പ്രസിൽ തിരിച്ചു പോകാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നു അല്ലേ? രാഹുൽ ചോദിച്ചു. അതെ, ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ അവൾ അഡ്രസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അത് റെയിൽവേയിൽ കാണും, കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്, രാഹുൽ പറഞ്ഞു. അത് കിട്ടിയിട്ട് വേണം വീട് തപ്പിച്ചെല്ലാൻ. എങ്കിലേ പൂജയ്ക്ക് ഇതിലുള്ള റോൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. തൽക്കാലം അനുരാഗ് സേഫാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും പണം കൊടുക്കരുത്, രാഹുൽ ഉപദേശിച്ചു. ഇല്ല രാഹുൽ, എന്തായാലും കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകുമെന്ന് തോന്നുന്നു. നാളെ ശ്രീനാഥ് വരുമല്ലോ, അവൻ പോലീസല്ലേ,
അവൻ വഴി കാര്യങ്ങൾ നീക്കാം. താങ്ക് യു രാഹുലേട്ടാ. കുറച്ച് മനസ്സമാധാനത്തോടെയാണ് പല്ലവിയും അനുരാഗും തിരിച്ചു പോയത്. പിറ്റേന്ന് രാവിലെ അനുരാഗിനെ ഗോപിനാഥ് വിളിച്ചു. എന്താ അങ്കിൾ, ആ പൂജ മോനെ പിന്നെ വിളിച്ചോ? ഇല്ല, നമ്മൾ ലേറ്റ് ആക്കുന്നത് അപകടമാ. പണം കൊടുത്ത് അവളെ ഒഴിവാക്കുന്നത് ബുദ്ധിപരമായ ഒരു നീക്കമായിരിക്കും. നമുക്കതേക്കുറിച്ച് ആലോചിക്കാൻ. മോൻ ഒരു വാക്കു പറഞ്ഞാൽ മതി, ഇന്ന് തന്നെ അവളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പണം ട്രാൻസ്ഫർ ചെയ്യാം. അതല്ല അങ്കിൾ പ്രശ്നം. അമ്മയുടെ സമ്മതമില്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അമ്മ ഇപ്പോൾ എന്നോട് സംസാരിക്കാറില്ല. വലിയ ദേഷ്യത്തിലാ എന്നോട്. ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യ്. നാളെ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. വൈകാതിരുന്നാൽ മോന് തന്നെ നല്ലത്. ഗോപിനാഥ് കോൾ കട്ട് ചെയ്തു. അയാൾ വിളിച്ച കാര്യവും അവൻ പല്ലവിയോട് പറഞ്ഞു. അനു പേടിക്കണ്ട. അയാൾ നിർബന്ധിക്കുന്നതിന്റെ കാരണം മനസ്സിലായോ? പോലീസ് കേസുണ്ടായാൽ അയാളെയും അറസ്റ്റ് ചെയ്യും, തെളിവ് നശിപ്പിച്ചതിന്. അതായത് ബോഡി കടലിൽ കളഞ്ഞതിന്, അവൾ പറഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരം പല്ലവിയെ രാഹുൽ വിളിച്ചു. ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്, അയാൾ പറഞ്ഞു. എന്താണ് രാഹുലേട്ടാ? 26-ാം തീയതി വെളുപ്പിന് പ്രസീത മരിച്ചു കിടക്കുന്നത് കണ്ടു എന്നല്ലേ അനുരാഗ് പറഞ്ഞത്? അതെ, പക്ഷേ അന്ന് രാവിലെയുള്ള ധൻബാദ് എക്സ്പ്രസിൽ റിസർവ് ചെയ്ത ടിക്കറ്റ് ഉപയോഗിച്ച് അവൾ മടങ്ങിപ്പോയിട്ടുണ്ട്, അയാൾ പറഞ്ഞു. അതെങ്ങനെ? വിശ്വാസം വരാതെ അവൾ ചോദിച്ചു. റെയിൽവേയിൽ ആൾമാറാട്ടം നടത്തുക അത്ര എളുപ്പമല്ല. അന്നത്തെ റിസർവേഷൻ ചാർട്ടിൽ ആ ബർത്ത് വേക്കൻ്റ് അല്ല. അവൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷന് വേണ്ടി അവളുടെ ആധാർ കാർഡാണ് കാണിച്ചിരിക്കുന്നത്. ചാർട്ടിൽ ആധാർ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ച് പല്ലവി മെല്ലെ കസേരയിലേക്കിരുന്നു. വിശ്വാസം വരാതെ പല്ലവിയുടെ മുഖത്തേക്ക് അനുരാഗ് തുറച്ചു നോക്കി. അവൾ മരിച്ചിട്ടില്ലെന്നോ? നീ എന്ത് ഭ്രാന്താ പല്ലവി പറയുന്നത്? പ്രസീത മരിച്ചിട്ടില്ല. അന്ന് രാവിലെയുള്ള ധൻബാദ് എക്സ്പ്രസിൽ അവൾ ജാർഖണ്ഡിലേക്ക് പോയിട്ടുണ്ട്. കുറച്ചു മുമ്പ് രാഹുലേട്ടനാണ് അക്കാര്യം വിളിച്ചു പറഞ്ഞത്. അവൾ ആ വണ്ടിയിൽ പോയിട്ടുണ്ടെന്ന് രാഹുൽ എങ്ങനെ അറിഞ്ഞു? ആ വണ്ടിയുടെ അന്നത്തെ റിസർവേഷൻ ചാർട്ട് പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. സ്വന്തം ആധാർ കാർഡ് ഉപയോഗിച്ചാണ് അവൾ തിരിച്ചു പോയത്. രാഹുൽ കള്ളം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അയാൾ അറിയിച്ച വിവരം തെറ്റാണ്. എവിടെയോ എന്തോ പിശക് സംഭവിച്ചിട്ടുണ്ട്, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ശരിക്കും വെരിഫൈ ചെയ്ത് സത്യമാണെന്ന് ബോധ്യപ്പെടാതെ രാഹുലേട്ടൻ ഇങ്ങനെയൊരു കാര്യം വിളിച്ചറിയിക്കുമെന്ന് അനുവിന് തോന്നുന്നുണ്ടോ? പക്ഷേ അവളുടെ ജീവനില്ലാത്ത ബോഡി ഞാൻ കണ്ടതല്ലേ? പോരാത്തതിന് ഡോക്ടർ പരിശോധിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. അവന്റെ വാക്കുകളെ എതിർക്കാനാവാതെ അവൾ നിന്നു. അവളുടെ ആധാർ ഉപയോഗിച്ച് വേറെ ഏതോ പെണ്ണായിരിക്കും യാത്ര ചെയ്തത്. ഒരുപക്ഷെ ആ പൂജ അവളും നാട്ടിലുണ്ടായിരുന്നിരിക്കും. അതിന് സാധ്യതയില്ല. കൂട്ടുകാരി മരിച്ചെന്നറിഞ്ഞാൽ അവൾ തിരിച്ചു പോകുമോ? അപ്പോൾ പിന്നെ ടിക്കറ്റ് എക്സാമിനർ എന്തോ തിരിമറി നടത്തി ആ ബർത്ത് ആർക്കോ കൊടുത്തതാണ്, ഏതോ പെണ്ണിന്. അനുരാഗ് അങ്ങനെ പറഞ്ഞപ്പോൾ പല്ലവി ആശയക്കുഴപ്പത്തിലായി. അവൾ മരിച്ചു എന്ന് അനുരാഗ് ഉറപ്പു പറയുകയാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. നേരിട്ട് ചെന്ന് രാഹുലിനോട് സംസാരിക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അവൻ പറഞ്ഞ അഭിപ്രായത്തോട് അവൾക്ക് യോജിപ്പായിരുന്നു. നാളെ മതിയോ? ഇപ്പോൾ തന്നെ സന്ധ്യയാകാറായി. എങ്കിലും അവൾ പറഞ്ഞു. അത് സാരമില്ല. അറിയാതെ ഇന്ന് ഉറങ്ങാൻ പറ്റുമോ? നീ രാഹുലിനെ ഒന്ന് വിളിക്ക്, അവൻ പറഞ്ഞു. അത് വേണ്ട, അനു തന്നെ വിളിക്കൂ. ഇനിയിപ്പോൾ നിങ്ങൾക്കിടയിൽ ഇടനില നിൽക്കാൻ ആരും വേണ്ട. അനുരാഗ് അപ്പോൾ തന്നെ മൊബൈൽ എടുത്ത് രാഹുലിനെ വിളിച്ചു. രാഹുൽ ബിസിയാണോ ഇപ്പോൾ? ആയിരുന്നു, ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്, അയാൾ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പല്ലവിയോട് പറഞ്ഞല്ലോ. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഒന്ന് നേരിൽ കാണാൻ എപ്പോഴാണ് സമയം? അനുരാഗ് ചോദിച്ചു. ഞാനിപ്പോൾ വീട്ടിലുണ്ട്. കുളി കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകും. രാഹുൽ എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്? ബോട്ട് ചെട്ടിക്കടുത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, കാവാലം ഫ്ലേവേഴ്സ്. ഓ എനിക്കറിയാം, ഞാൻ അവിടെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഒരു 8 മണിയാകുമ്പോൾ അവിടെ വന്നാൽ കാണാൻ പറ്റുമോ? തീർച്ചയായും, പല്ലവിയും ഉണ്ടാവും. അത് നല്ലതാണ്. ശരി, 8 മണിക്ക്. ഓക്കെ. അനുരാഗ് കോൾ കട്ട് ചെയ്തിട്ട് പല്ലവിയെ നോക്കി. ഇന്ന് 8 മണിയാകുമ്പോൾ? ഉവ്, ഞാൻ കേട്ടു. എന്തായാലും അമ്മയോട് ഞാൻ ഇക്കാര്യം ഒന്ന് പറയട്ടെ. വലിയ ആശ്വാസമായിരിക്കും അമ്മയ്ക്ക്, അവൾ പറഞ്ഞു. വേണ്ട, അറിഞ്ഞത് സത്യമാണോ എന്ന് ഉറപ്പിച്ചിട്ട് മതി. അല്ലെങ്കിൽ വെറുതെ ആശ കൊടുത്തിട്ട്. എന്നാലും എനിക്കിതൊരു കച്ചിത്തുരുമ്പായിട്ടാണ് തോന്നുന്നത്. ഇതിൽ പിടിച്ചു കയറി അനുവിന് രക്ഷപ്പെടാൻ കഴിയും. എന്നിട്ട് വേണം ഒന്ന് നിവർന്നു നിന്ന് ചിലതൊക്കെ ചെയ്യാൻ. അവൻ തലകുലുക്കി. അതേ പല്ലവി, നീ ഒപ്പമുണ്ടല്ലോ. എനിക്കതൊരു കരുത്താണ്, അനുരാഗ് പറഞ്ഞു. രാത്രിയിൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കാനായി രണ്ടുപേരും ഒരുങ്ങാൻ തുടങ്ങി.
രാഹുൽ കുളി കഴിഞ്ഞ് ടൗണിലേക്ക് പോകാൻ വേഷം ധരിക്കുമ്പോഴാണ് ശ്രീനാഥിന്റെ പോലീസ് ജീപ്പ് വന്ന് മുറ്റത്ത് നിന്നത്. ഇന്നിനി എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ സാർ? ഡ്രൈവർ പ്രകാശൻ ചോദിച്ചു. ഇല്ല, പോണെങ്കിൽ തന്നെ ഞാൻ ഓടിച്ചോളാം വണ്ടി. ശരി സാർ. 2 ചെറിയ കുട്ടികളടങ്ങിയ കുടുംബമുണ്ട് പ്രകാശിന്. അയാൾ ഇനി ബസ് പിടിച്ചു വേണം തകഴിയിലെത്താൻ. ശ്രീനാഥ് കയറി ചെന്നപ്പോഴേക്ക് രാഹുൽ വന്ന് മുൻവാതിൽ തുറന്നു. എങ്ങോട്ടോ യാത്രയുണ്ടെന്ന് തോന്നുന്നല്ലോ. പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിന്ന രാഹുലിനെ കണ്ട് ശ്രീനാഥ് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ പോകാനാണ്. താൻ ലേറ്റ് ആകുമെന്നാ ഞാൻ വിചാരിച്ചത്. ലേറ്റ് ആകുമെന്നാ വിചാരിച്ചത്? ഒരു 5 മിനിറ്റ്. കുളിക്കുന്ന താമസമേ ഉള്ളൂ. ഞാനും വരാം. ശ്രീനാഥ് യൂണിഫോമിന്റെ ബട്ടൺസ് തിടുക്കത്തിൽ അഴിച്ചു. രാഹുൽ വാച്ചിൽ നോക്കി. 7:40. 8 മണിക്ക് ഒരു ഫ്രണ്ടുമായി മീറ്റിംഗ് ഉണ്ട്. വേഗം വരണം. ഏത് ഫ്രണ്ട്? കാണുമ്പോൾ പരിചയപ്പെടുത്തി തരാം. ആണോ പെണ്ണോ? കുസൃതി ചിരിയോടെ ശ്രീനാഥ് ചോദിച്ചു. ഒരു പെണ്ണും കൂട്ടത്തിലുണ്ടാവും. എങ്കിൽ കാര്യമായിട്ട് തന്നെ ഒരുങ്ങണമല്ലോ. ഒരു മൂളിപ്പാട്ടോടെ ശ്രീനാഥ് അയാളുടെ മുറിയിലേക്ക് പോയി. TV ഓൺ ചെയ്ത് വാർത്തയിൽ കണ്ണും നട്ട് രാഹുൽ ഇരുന്നു. ശ്രീനാഥും ഉണ്ടാവുന്നത് നല്ലതാണ്. അവനും ഇപ്പോൾ ചിത്രത്തിലുണ്ടല്ലോ. ഇൻവെസ്റ്റിഗേഷൻ അവനല്ലേ നടത്തിയത്? കുളി കഴിഞ്ഞ് ശ്രീനാഥ് വേഗം വന്നു. പാൻസും ടീഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. ഞാൻ റെഡി. ശരി, പോകാം. TV ഓഫ് ചെയ്തിട്ട് രാഹുൽ എഴുന്നേറ്റു. വീട് പൂട്ടി അവർ ഇറങ്ങി. രാഹുലിന്റെ കാറിലാണ് അവർ ടൗണിലേക്ക് പോയത്. എവിടുന്നാ നമ്മൾ ഫുഡ് കഴിക്കുന്നത്? ശ്രീനാഥ് തിരക്കി. താനിവിടെ പുതിയ ആളല്ലേ? ഓരോന്നായി സ്ഥലം പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഇന്ന് കാവാലം ഫ്ലേവേഴ്സിലേക്കാണ് പോകുന്നത്, രാഹുൽ പറഞ്ഞു. അവിടെ മീൻ കിട്ടുമോ? എന്തും കിട്ടും. മീൻ കഴിച്ചിട്ട് ഒത്തിരി നാളായടോ. അതുകൊണ്ടാ. അതിരിക്കട്ടെ, ഏത് ഫ്രണ്ടിനെയാ താൻ കാണാൻ പോകുന്നത്? ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, രാഹുൽ എങ്ങും തൊടാതെ പറഞ്ഞു. ഇവിടത്തുകാരാണോ? നേരത്തെ പരിചയമുള്ളതോ അതോ? വൈഫ് എന്റെ പഴയ വുഡ്ബി ആയിരുന്നു. ഞെട്ടലോടെ ശ്രീനാഥ് അയാളെ മുഖം തിരിച്ചു നോക്കി. രാഹുൽ, യെസ്, അവളുടെയും എന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അതിനുശേഷം സംഭവം തെറ്റിപ്പോയി. അക്കാര്യം താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇപ്പോൾ പുതിയ കഥയിൽ താനും ഒരു കഥാപാത്രമാണ്. മനസ്സിലായില്ല. പല്ലവിക്കും അനുരാഗിനും വേണ്ടിയാണ് ധൻബാദ് എക്സ്പ്രസിൽ യാത്ര ചെയ്ത ആ പ്രസീതയെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. ഓ മൈ ഗോഡ്, ശ്രീനാഥ് ആശ്ചര്യപ്പെട്ടു. അവളുടെ ഹസ്ബൻഡിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുമായിരുന്ന കൊലക്കയറാണ് താൻ ഇല്ലാതാക്കിയത്. അതുകൊണ്ടാണ് തന്നെ കൂടി ഞാൻ കൂട്ടിയത്. സത്യത്തിൽ എനിക്ക് മടിയുണ്ടായിരുന്നു തന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്കിടയിൽ ഞാനൊരു അധികപ്പറ്റാവില്ലേ എന്ന്. വേറെ സീറ്റിൽ ചെന്നിരിക്കാമെന്നായിരുന്നു എന്റെ പ്ലാൻ. ഇനി അതിന്റെ ആവശ്യമില്ല. ആ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് രണ്ടുപേരും ഇപ്പോൾ വരുന്നത്. ആ പെണ്ണ് ജീവനോടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമാകുന്നില്ല. വിശ്വാസമാകാതിരിക്കാൻ തക്ക കാരണങ്ങളുണ്ടല്ലോ, ശ്രീനാഥ് പറഞ്ഞു. റെസ്റ്റോറന്റിന്റെ മുന്നിലെ വീതിയുള്ള റോഡിന്റെ ഓരത്ത് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടായിരുന്നു. രാഹുൽ അവിടെ ചെന്ന് വണ്ടി നിർത്തി. വാ, ഓടുമേഞ്ഞ കേരളീയ ഭവനത്തിന്റെ മാതൃകയിലുള്ള റെസ്റ്റോറന്റ് ആയിരുന്നു അത്. 4 പേർക്കുമുള്ള ഒരു മേശ അവർക്ക് കിട്ടി. അവർ ഇതുവരെ വന്നിട്ടില്ല, രാഹുൽ പറഞ്ഞു. വെയിറ്റർ വന്നു. 2 പേർ കൂടി വരാനുണ്ട്, രാഹുൽ പറഞ്ഞു. അത് സാരമില്ല സർ, ഓർഡർ തന്നേക്കൂ. ഫുഡ് റെഡിയാകാൻ കുറഞ്ഞത് 15 മിനിറ്റ് എടുക്കും. വിഭവങ്ങൾ ശ്രീനാഥ് അയാളോട് ചോദിച്ചറിഞ്ഞു. ചപ്പാത്തി, നെയ്മീൻ കറി, കല്ലുമ്മക്കായ് ഫ്രൈ അയാൾ ഓർഡർ ചെയ്തു. അപ്പോഴാണ് വാതിലിനടുത്ത് അനുരാഗും പല്ലവിയും പ്രത്യക്ഷപ്പെട്ടത്. രാഹുൽ കൈ ഉയർത്തി കാട്ടിയത് കണ്ട് അവർ വേഗം ആ മേശയുടെ അടുത്തേക്ക് ചെന്നു. ഗുഡ് ഈവനിങ്, അനുരാഗ് പറഞ്ഞു. ഗുഡ് ഈവനിങ്, ഇതെന്റെ ഫ്രണ്ട് ശ്രീനാഥ്, പുതിയ ASP ആണ്. എന്റെ കൂടെയാണ് താമസം. സുഹൃത്തിനെ രാഹുൽ പരിചയപ്പെടുത്തി. ഹലോ, അനുരാഗ് അയാളുടെ കൈ പിടിച്ചു കുലുക്കി. പല്ലവി പുഞ്ചിരിച്ചു. സ്ത്രീകളെയാണ് ആദ്യം പരിചയപ്പെടുത്തേണ്ടത്, ശ്രീനാഥ് തമാശ പറഞ്ഞു. ഓ സോറി. ഇത് പല്ലവി, അനുരാഗിന്റെ വൈഫ്, സ്റ്റിൽ ന്യൂലി വെഡഡ് കപ്പിൾ. അത് പറയണ്ട, കണ്ടാൽ തന്നെ മനസ്സിലാകും, ശ്രീനാഥ് പറഞ്ഞു. പെട്ടെന്ന് കിട്ടാൻ വേണ്ടി രാഹുൽ പറഞ്ഞ അതേ ആഹാരം തന്നെയാണ് അനുരാഗ് ഓർഡർ ചെയ്തത്. അനുരാഗ് ഇപ്പോഴും ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. അവന്റെ മുഖം കണ്ട് രാഹുൽ പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞിട്ടും അനുവിന് അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല, പല്ലവി പറഞ്ഞു. വിശ്വസിക്കാം, ഞാനാണ് ഒഫീഷ്യൽ. അല്ലാതെ ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചത്. റെയിൽവേയിലും ഞങ്ങൾക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് വെളിയിലുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലാണ് ആ കുട്ടി താമസം. ഹോസ്റ്റലിലെ അഡ്രസ്സാണ് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്, ശ്രീനാഥ് പറഞ്ഞു.
പക്ഷേ സാർ, ഞാൻ അവളുടെ ബോഡി കണ്ടതാണ്. അവൾക്ക് ആ സമയത്ത് ശ്വാസം ഇല്ലായിരുന്നു. അനുരാഗ് പറഞ്ഞു. നിങ്ങൾ നോക്കിയ സമയത്ത് അവൾ ശ്വാസം വിടാതെ കിടന്നതാണെങ്കിലോ? ശ്രീനാഥ് ചോദിച്ചു. അനുരാഗ് ഞെട്ടലോടെ അയാളെ നോക്കി. പക്ഷേ ഡോക്ടർ വന്ന് നോക്കിയപ്പോഴും? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ എക്സ്റ്റേണൽ എക്സാമിന് വന്ന ഡോക്ടർ മനീഷ് പൈ അന്ന് ഹോട്ടലിൽ താമസമുണ്ടായിരുന്നു എന്നും അദ്ദേഹമാണ് പ്രസീത നമ്പ്യാർ മരിച്ചു കഴിഞ്ഞെന്നും അവളെ പരിശോധിച്ചിട്ട് പറഞ്ഞതല്ലേ? രാഹുൽ ചോദിച്ചു. അതെ, പല്ലവി പറഞ്ഞാണ് ഈ ഡോക്ടറെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. എന്നാൽ കേട്ടോ, ഈ അടുത്തൊന്നും TD മെഡിക്കൽ കോളേജിൽ ഒരു എക്സാമിൻ നടന്നിട്ടില്ല. അനുരാഗും പല്ലവിയും ആശ്ചര്യത്തോടെ അയാളെ നോക്കി. എന്നു മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മനീഷ് പൈ എന്ന പേരിൽ ഒരു ഡോക്ടറും വർക്ക് ചെയ്യുന്നില്ല. അയാൾ പറഞ്ഞു. പിന്നെ അയാൾ ആരായിരുന്നു? അമ്പരപ്പോടെ അനുരാഗ് ചോദിച്ചു. ഒരു കള്ള ഡോക്ടർ. ഇനിയും അനുരാഗിന് മനസ്സിലായില്ലേ? ആ മരണം വിദഗ്ധമായി അവതരിപ്പിച്ച ഒരു നാടകം മാത്രമായിരുന്നു. ആ സത്യം അനുരാഗിന് ഉൾക്കൊള്ളാൻ 2-3 നിമിഷം വേണ്ടി വന്നു. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. താങ്ക്സ് രാഹുൽ, താങ്ക്സ് ശ്രീനാഥ്. അപ്പോഴേക്ക് ഭക്ഷണം വന്നു. 4 പേരുടെയും മുന്നിൽ മേശപ്പുറത്ത് പ്ലേറ്റുകൾ നിരന്നു. പ്ലേറ്റുകളിൽ അവർ ആവശ്യമുള്ളത് വിളമ്പിയെടുത്തു. ആരാണ് ഈ നാടകത്തിന്റെ സൂത്രധാരൻ എന്ന് അനുരാഗിന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രാഹുൽ പറഞ്ഞു. നേരത്തെ ആളിനെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ആ സംശയം മാറി. പല്ലവിയാണ് മറുപടി പറഞ്ഞത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം എന്ന് ഇനി കണ്ടുപിടിക്കേണ്ടി വരുമോ? ശ്രീനാഥ് ചോദിച്ചു. ചില സംശയങ്ങളുണ്ട്. ഒരു പേടിയും വേണ്ട. ഇപ്പോൾ ശ്രീനാഥും ഞാനും സ്ഥലത്തുണ്ടല്ലോ. കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. ആവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി, രാഹുൽ പറഞ്ഞു. പല്ലവി നന്ദിയോടെ അയാളെ നോക്കി. രണ്ടുപേരും ഒഴിവുള്ള ഒരു ദിവസം ഉച്ചയൂണിന് വീട്ടിൽ വരണം. ഉച്ചയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഡിന്നറിന്. അനുരാഗ് അവരെ ക്ഷണിച്ചു. വരാമെന്ന് ഇപ്പോൾ വാക്കു പറഞ്ഞാലും സമയമാകുമ്പോൾ വല്ല എമർജൻസിയും ഉണ്ടായാൽ പോലീസല്ലേ, ഓടിച്ചെല്ലാതിരിക്കാൻ പറ്റുമോ? ശ്രീനാഥ് ചോദിച്ചു. അത് സാരമില്ല. അത്തരം സാഹചര്യമുണ്ടായാൽ ഞങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, അനുരാഗ് പറഞ്ഞു. അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ബില്ല് വന്നു. അനുരാഗും രാഹുലും ഒരേ സമയത്ത് അതിന് കൈനീട്ടി. നവദമ്പതികൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ട്രീറ്റ്. ഇതങ്ങനെ വിചാരിച്ചാൽ മതി, രാഹുൽ പറഞ്ഞു. അനുരാഗ് പിന്നെ എതിർത്തില്ല. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണ്ടേ? കള്ളനെ കയ്യോടെ പിടികൂടണം, ശ്രീനാഥ് പറഞ്ഞു. വേണം, പക്ഷേ കള്ളൻ നിസാരനല്ല. എവിടെ തുടങ്ങണമെന്നും അറിയില്ല, അനുരാഗ് പറഞ്ഞു. ആ പെണ്ണില്ലേ പൂജ, അവൾ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു കംപ്ലൈന്റ് എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്ക്. അപ്പോൾ തന്നെ പോലീസ് അവളെ കസ്റ്റഡിയിലെടുക്കും. അതോടെ വെടി പൊട്ടിത്തുടങ്ങും, ശ്രീനാഥ് പറഞ്ഞു. അത് നല്ലൊരു ഐഡിയയാണ് സർ. പക്ഷേ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒരറിവും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരാളുണ്ട്, അനുരാഗിന്റെ അമ്മ. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട്, പല്ലവി പറഞ്ഞു. അത് മതി, ധൃതി വെക്കണമെന്നില്ല. ശുഭരാത്രി ആശംസിച്ച് അവർ 2 കാറുകളിലായി 2 വഴിക്ക് പിരിഞ്ഞു. തിരിച്ചു പോകുമ്പോൾ ശ്രീനാഥാണ് കാർ ഓടിച്ചത്. ഒരു കാര്യം പറഞ്ഞാൽ തനിക്കത് ഇൻസൾട്ട് ആകുമോ? ശ്രീനാഥ് ചോദിച്ചു. ഇല്ല, പറയൂ. പല്ലവിക്ക് തന്നേക്കാൾ മാച്ച് അനുരാഗാണ്. സത്യമാണത്, എനിക്കും തോന്നി. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അവരാണ് പെർഫെക്റ്റ് പേഴ്സ്, രാഹുൽ സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴും ആ കുട്ടിയോടുള്ള ഇഷ്ടം തന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല, അവൾ വിവാഹിതയായിട്ടും. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ മനസ്സിൽ നിന്ന് അത് മായ്ച്ചു കളയാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ആ ആളിനെ വെറുക്കണം. പല്ലവിയോട് വെറുപ്പ് തോന്നാനും മാത്രം ഒന്നും സംഭവിച്ചിട്ടുമില്ല, രാഹുൽ പറഞ്ഞു. ഒരുപക്ഷെ താൻ വേറൊരു പെണ്ണിനെ താലി കെട്ടി സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഈ ഇഷ്ടം ഇല്ലാതായെന്ന് വരും. ഇനി എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണോ ഒരു കല്യാണമോ ഇല്ല ശ്രീനാഥ്. അയാൾ പെട്ടെന്ന് തല തിരിച്ചു നോക്കി. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ഓർമ്മകളിൽ മുഴുകി രാഹുൽ ഇരിക്കുകയായിരുന്നു. വിശ്വാസം വരാതെ ഗായത്രി ദേവി അനുരാഗിനെയും പല്ലവിയെയും മാറി മാറി നോക്കി. സത്യമാണോ മക്കളെ ഞാൻ ഈ കേട്ടത്? അതേ അമ്മേ, ഇതൊക്കെയാണ് സംഭവിച്ചത്. അനുവിനെ കൊലപാതകിയാക്കാൻ ഒരു വ്യാജ മരണം ഉണ്ടാക്കുകയായിരുന്നു, പല്ലവി പറഞ്ഞു. എന്തിന്? പിന്നീട് ആവശ്യം വരുമ്പോൾ അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താൻ. പിന്നെ അനു ശബ്ദമുയർത്തില്ലല്ലോ, വിധേയനായി നിൽക്കും. അറിയാതെ ഗായത്രി ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ പല്ലവിയെ കെട്ടിപ്പിടിച്ചു. ദൈവമാ മോളെ നിന്നെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മിട്ടുമോൻ ജീവിതകാലം മുഴുവൻ അവന്റെ അടിമയായി. പല്ലവി അപ്പോൾ അനുരാഗിനെ ഒന്ന് നോക്കി.
അതിന്റെ അർത്ഥം അവന് മനസ്സിലായി. അമ്മേ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അവൻ തുടക്കമിട്ടു. എന്താ മോനെ? പുതിയ സബ് കളക്ടർ രാഹുൽ ആരാണെന്നറിയുമ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നും എന്നറിയില്ല. പല്ലവിയുടെ എൻഗേജ്മെന്റ് നേരത്തെ ഒരു തവണ നടന്നതല്ലേ? ആ രാഹുലായിരുന്നു. ഞെട്ടലോടെ ഗായത്രി ദേവി അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ അമ്മേ, അധികം ദിവസമായില്ല ആ ചേട്ടൻ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട്. ഒരു ദിവസം ഞാനും അനുവും കൂടി ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു. അവിടെ വെച്ചാണ് ഞാൻ രാഹുലിനെ പരിചയപ്പെട്ടത്. നല്ല മനുഷ്യനാണമ്മേ. മുമ്പ് അത്തരമൊരു കയ്പുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ മറന്നാണ് ഞങ്ങളോട് സംസാരിച്ചതും പെരുമാറിയതും. അനുരാഗ് പറഞ്ഞു. ദൈവമായിരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും. അല്ലെങ്കിൽ ആ കൊച്ചിനെ ഈ നേരത്തെ ഇങ്ങോട്ട് അയക്കുകയാണോ? നന്ദിയോടെ ഗായത്രി ദേവി പറഞ്ഞു. പല്ലവിക്ക് സമാധാനമായി. രാഹുലേട്ടന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു കല്ലുകടി ഉണ്ടായല്ലോ എന്ന് അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുപിടിക്കാൻ രാഹുലിനെ സഹായിച്ചത് പുതിയ ASP ആണ് ശ്രീനാഥ്. രണ്ടുപേരും പണ്ടേ കൂട്ടുകാരായിരുന്നു. അവർ ഒരു വീടെടുത്ത് ഒന്നിച്ച താമസം. അനുരാഗ് പറഞ്ഞു. അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുക. അമ്മയ്ക്ക് രണ്ടുപേരെയും കാണാൻ ആഗ്രഹമുണ്ട്. ഗായത്രി ദേവി പറഞ്ഞു. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അമ്മേ. ഉടനെ ചെയ്യേണ്ട വേറെ കാര്യങ്ങളുണ്ടല്ലോ, പല്ലവി പറഞ്ഞു. ഗായത്രി ദേവി ചോദ്യഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. ഒരുത്തി ഇതിന്റെ പേരിൽ 10 ലക്ഷം ആവശ്യപ്പെട്ട് ഇവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ടല്ലോ. അത് കൊടുത്തില്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നല്ലേ ഭീഷണി? അത് അവൻ തന്നെ ഇറക്കിയ കഥാപാത്രമാണ് മോളെ. പണം കൊടുക്കരുതെന്ന് നമ്മൾ അന്ന് തന്നെ അവനെ വിലക്കിയിട്ടുണ്ടല്ലോ. അതെ, പക്ഷേ നമ്മൾ സത്യം മുഴുവൻ മനസ്സിലാക്കിയ കാര്യം ആരും അറിഞ്ഞിട്ടില്ലല്ലോ, അനുരാഗ് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് അഭിനയിക്കുന്നതാണ് നല്ലതെന്നാണ്. പെട്ടെന്നൊരു ഏറ്റുമുട്ടൽ ബുദ്ധിയല്ല. അയാളുടെ കയ്യിലുള്ള പിടി എന്താണെന്ന് അറിയണം. അതിന് സൂത്രത്തിൽ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു, പല്ലവി പറഞ്ഞു. അതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അനുരാഗ് അവളോട് യോജിച്ചു. ശരിയാ മക്കളെ. കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കയറെടുക്കണ്ട. പക്ഷേ നമ്മൾ അവന് ഒരു ഇരയിട്ട് കൊടുക്കണം. അവൻ അതിൽ പിടിച്ചു കൊത്തും. നമുക്ക് ഉടനെ അവനെ പിടിച്ച് കരയിലിടണ്ട. ചരട് അയച്ചു വിട്ടുകൊടുക്കാം. എവിടെ വരെ അവൻ പോകുമെന്നറിയാമല്ലോ, ഗായത്രി ദേവി പറഞ്ഞു. ശരിയാണമ്മേ, അതാണ് നല്ലത്, പല്ലവി പറഞ്ഞു. പക്ഷേ കടിച്ച പാമ്പിനെ തന്നെ വരുത്തി വിഷമിറക്കുന്ന ഒരു വിധിയുണ്ടല്ലോ, അത് നമുക്ക് ഉടൻ ചെയ്യണം, ഗായത്രി ദേവി പറഞ്ഞു. പ്രായം ഇത്രയായിട്ടും അമ്മയുടെ ബുദ്ധിയെ അത് ബാധിച്ചിട്ടില്ലെന്ന് പല്ലവിക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ ഗോപിനാഥിനെ ഗായത്രി ദേവി വിളിച്ചു വരുത്തി. പതിവ് പോലെ അംഗരക്ഷകന്മാരുടെ അകമ്പടിയോടെ അയാൾ വന്നു. ഇരിക്കൂ ഗോപി, സാധാരണ മട്ടിൽ ഗായത്രി ദേവി പറഞ്ഞു. അയാൾ എതിർവശത്തിരുന്നു. ഞാനൊരു തീരുമാനത്തിലെത്തി ഗോപി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, കുടിച്ചേ പറ്റൂ, അവർ പറഞ്ഞു. എന്താണ് ഗായത്രി ദേവി പറഞ്ഞു വരുന്നതെന്ന് അയാൾക്ക് പിടികിട്ടിയില്ല. അതായത് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അതെന്റെ സ്വന്തം മകനായാൽ പോലും. അവിടെ ഗോപിനാഥിന് അല്പം അപകടം മണത്തു. ദേവിയേട്ടത്തി എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് പോലീസിൽ സറണ്ടർ ചെയ്യാൻ വിട്ട് തയ്യാറല്ല. അതിന് ഞാനൊരു വഴിയേ കാണുന്നുള്ളൂ. എന്താണ്? 10 ലക്ഷം ചോദിച്ച് ഒരു പെണ്ണ് വന്നിട്ടില്ലേ? എന്താണ് അവളുടെ പേര്? അവൾ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കാണിച്ച് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. പോലീസ് അതന്വേഷിക്കും. അവൾ സത്യങ്ങൾ തുറന്നു പറയട്ടെ. അതോടെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഗോപിനാഥിന്റെ മുഖം വിളറി. പക്ഷേ അത് വേണോ? ഒന്നുകൂടെ ആലോചിച്ച്. ശരിക്കും ആലോചിച്ചിട്ടാ ഗോപി ഞാനീ പറയുന്നത്. ഇന്ന് തന്നെ പരാതി തയ്യാറാക്കി കൊണ്ടുവരണം. ഞാൻ ഒപ്പിട്ട് തരാം. സമയക്കുറവുണ്ടെങ്കിൽ ഞാൻ പല്ലവിയെ കൊണ്ട് എഴുതിക്കാം. എന്താ? ഗോപിനാഥ് ഞെട്ടലോടെ ഇരുന്നു. അടുത്ത ഭാഗം നാളെ.